പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ കൽപ്പനകളെ പറ്റി സംസാരിച്ചു. ഞാൻ ലജ്ജിതനാവുകയില്ല. ഞാൻ അത്യധികം സ്നേഹിച്ച അങ്ങേ പ്രമാണങ്ങൾ ധ്യാനിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദത്തെ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ കർത്താവിനെ ചൂണ്ടിക്കാണിക്കാൻ വന്ന മനുഷ്യനാണ്. ഈ മഹാവിശുദ്ധൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കർത്താവിനെ ജീവിതം കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദിവ്യാഗം യഥായോഗം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങൾ ഓർക്കാൻ മനസ്തുതിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ദിവ്യബലിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനനത്തിലും മരണത്തിലും അങ്ങേ പുത്രന്റെ മുന്നോടിയാകണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ അദ്ദേഹം സത്യത്തിൻ്റെയും നീതിയുടെയും രക്തസാക്ഷിയായി മരണം വരിച്ച പോലെ ഞങ്ങളും അങ്ങേ പ്രബോധനങ്ങളുടെ പ്രഖ്യാപനത്തിനു വേണ്ടി തീവ്രമായി പോരാടാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം ജെറമിയയോട് അരുളി ചെയ്തു, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവനോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവിടെ മുന്നിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിന് മുഴുവനും യൂദയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങേക്ക് അപേക്ഷയിലെയും ഉറപ്പുള്ള രക്ഷാദൃഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അപേക്ഷയിലെയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങാണെൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണെൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ
എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുതപ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പീഡിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവന് ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി തൻ്റെ അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് എന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബദത്തെയും അതിഥികളെയും വിചാരിച്ചു. അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന് തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നാപക യോഹന്നാനെ ധ്യാനിക്കുന്ന ഈ ദിവസം നമുക്ക് ഈ മഹാവിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം. കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാൻ വിളിക്കപ്പെട്ട ജന്മമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതധർമ്മം? ഈശോയെ കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് നയിക്കുക. അത് മാത്രമാണ് നമ്മുടെ ജീവിത നിയോഗം. അതിന് നമ്മൾ ഈശോയെ പോലെ ആകണം. ഈശോയുടെ മൂല്യങ്ങൾ ജീവിച്ച് കാണിക്കണം. സ്നാപക യോഹന്നാൻ അങ്ങനെ ചെയ്തിട്ട് അത് തൻ്റെ ജീവിതം കൊണ്ട്, രക്തം കൊണ്ട് സാക്ഷ്യം നൽകി. കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജന്മമായി നമ്മുടെ ജന്മം തീരട്ടെ. മറ്റുള്ളവർ നമ്മളെ കണ്ട് ഈശോയിലേക്ക് അടുത്തു വരാനിടയാകട്ടെ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ ആൾത്താരയിൽ ചേർത്ത് വയ്ക്കാം. കർത്താവ് നമ്മളെ കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിരവധിയായ ഹൃദയാഭിലാഷങ്ങൾ ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. ഈ അപ്പത്തോടും വിഞ്ഞിനോടുമൊപ്പം കർത്താവ് കാരുണ്യപൂർവ്വം സാംക്രമിക രോഗബാധ നമ്മുടെ ഇടയിൽ നിന്നും ലോകം മുഴുവനും നീക്കിക്കളയുകയും നമ്മുടെ കുടുംബങ്ങളിൽ അവിടുത്തെ വലിയ സമാധാനം കൊണ്ടു നിറയ്ക്കുകയും ചെയ്യട്ടെ.
നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരോട് കരുണയായിരിക്കട്ടെ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും സമർപ്പിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ അഭയവും ശക്തിയും അങ്ങാകുന്നുവല്ലോ. അങ്ങേ മക്കളുടെ പ്രാർത്ഥനകളിൽ പ്രസാദിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിച്ചത് കൃപാപൂർവം സാധിച്ചു തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദത്താൽ പഠിപ്പിച്ചതും രക്തം ചിന്തി മഹാശക്തിയാൽ മുദ്രണം ചെയ്തതുമായ അങ്ങേ നേർവഴികളിലൂടെ സഞ്ചരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ വഴി അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപക യോഹന്നാനിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചകഗണത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിന്റെ പ്രവാഹം പോലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിന്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടുത്തേക്ക് ഉത്തമ സാക്ഷി നൽകാൻ അർഹനാവുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് അങ്ങേ മഹിമ അവിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ ശ്രമിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സ്നാപക യോഹന്നാനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർന്ന് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നാമ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവെ, അങ്ങ് സത്യമായും ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്ക് ഇപ്പോൾ തന്നെ ആത്മീയമായ നൽകണമേ.
യോഹന്നാൻ പ്രതിവചിച്ചു, അവൻ വളരുകയും എന്നാൽ ഞാൻ കുറയുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാന്റെ സ്വർഗീയ ജനനം നവമായി ആഘോഷിക്കുന്ന ഞങ്ങൾ സ്വീകരിച്ച രക്ഷാകരമായ കൂദാശ സൂചിപ്പിക്കുന്നവ ആദരിക്കാനും ഞങ്ങളിൽ ഉളവാകുന്ന അവയുടെ ഫലങ്ങളാൽ കൂടുതലായി സന്തോഷിക്കുവാനും ഇടയാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നാം നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.